Hi students. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ NCERT എങ്ങനെ വായിക്കണം, സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം നിങ്ങൾ അനുഭവിക്കുന്ന അക്കാഡമിക് പ്രഷർ അല്ലേ, നിങ്ങൾക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത അക്കാഡമിക് പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പഠിക്കുമ്പോഴാണെങ്കിലും യൂസ് ചെയ്യാവുന്ന ചില മെത്തേഡ്, ചില ടെക്നിക്സ് ഉണ്ട്. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് പേര് റിസർച്ചൊക്കെ ചെയ്ത് ഇപ്പം ലോകത്തിലുടനീളം ഉള്ള സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മക്കൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ മേ ബി നിങ്ങൾ പഠിക്കുമ്പം ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കുറേ പേരൊക്കെ ഇത് ഓൾറെഡി ചെയ്യുന്നവരായിരിക്കും, ഇല്ലാത്തവർക്ക് ഇത് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. സോ ആദ്യത്തെ മെത്തേഡാണ് പൊമഡോറോ മെത്തേഡ്. പൊമഡോറോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് നമുക്ക് തന്നെ ഒരു ടാർഗറ്റ് വെക്കുകയാണ്, ഒരു ടൈം, ഒരു കറക്റ്റ് ഷെഡ്യൂൾ ഇട്ട് നമ്മൾ പഠിക്കുന്ന മെത്തേഡിനാണ് നമ്മൾ പൊമഡോറോ മെത്തേഡ് എന്ന് പറയുന്നത്. പൊമഡോറോയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു മണിക്കൂർ പഠിക്കുകയാണെന്ന് വിചാരിക്കുക, അതിന് നമ്മൾ ചെറിയ ചെറിയ സ്ലോട്ട്സ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ വായിക്കും, പിന്നെ നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, അടുത്ത 10 മിനിറ്റ് നമ്മൾ വായിക്കും, 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കും. അങ്ങനെ 10-5 ഉള്ള സ്ലോട്ട്സ് ആയിട്ട് നമ്മൾ ആ ഫുൾ 1 അവറിനെ തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ ഇട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ ടൈമർ വെക്കും. ഈ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഈ 2 പേജ് വായിച്ച് കഴിയണം, അടുത്ത 5 മിനിറ്റ് എൻ്റെ റിലാക്സേഷനാണ്, ബ്രേക്കാണ്, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 10 മിനിറ്റ് ഞാൻ അടുത്ത 2 ടോപ്പിക്സ് വായിക്കുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് തന്നെ ഒരു അലാം വെക്കും. ഈ ടൈമറിൻ്റെ അവസാനം നമുക്കൊരു അലാം അല്ലെങ്കിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാൻ നമ്മുടെ ടൈം കഴിയുന്നുള്ളത്. അപ്പം നമ്മളെപ്പോഴും പഠിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, നമ്മൾ വായിക്കാൻ തുടങ്ങും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വായിച്ചു പോകും, പിന്നെ കുറച്ച് സ്വപ്നം കാണും അല്ലേ, കുറച്ച് ആലോചിച്ച് ഡേ ഡ്രീം ചെയ്ത് നമ്മളങ്ങനെ കാട് കയറിപ്പോവും. അങ്ങനെ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഇത്രയും മണിക്കൂർ ഞാൻ വേസ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാനാണ്, നമുക്കുള്ള സമയത്തിന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ പൊമഡോറോ മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ഈ ഷെഡ്യൂൾസ് ആയിട്ട് തിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു അലാം വെക്കുമല്ലോ, 10 മിനിറ്റ് കഴിയുമ്പോൾ അലാം അടിച്ചു, നമ്മുടെ സമയം കഴിഞ്ഞു, ഇനി 5 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ് അടുത്ത അലാം അടിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അലാം സെറ്റ് ചെയ്ത് പൊമഡോറോ മെത്തേഡ് ട്രൈ ചെയ്യാം. ഇത് നിങ്ങളെ ആദ്യത്തെ 2ാമത്തെ ദിവസമൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾക്ക് ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കിത് മടി ആവും. പക്ഷേ ഒരു 2 ദിവസം മക്കൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയും 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ എഫക്റ്റീവായിട്ട് 1 മണിക്കൂറേ ഞാൻ പഠിച്ചുള്ളൂ, എന്നെങ്കിലും ഞാൻ നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും തിരിക്കുക കേട്ടോ. 10 മിനിറ്റ് വായന, 5 മിനിറ്റ് റെസ്റ്റ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് 8 മിനിറ്റ് വായന, 2 മിനിറ്റ് റെസ്റ്റ്, 8 മിനിറ്റ് വായന, 2, അങ്ങനെ 10 മിനിറ്റിൻ്റെ സ്ലോട്ടായിട്ട് തിരിക്കാം. ഇപ്പോൾ സപ്പോസ് മക്കൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്, നിങ്ങളിപ്പോൾ പഠിക്കുന്നത് എന്താ പറയുക, ഇക്കോളജിക്കൽ പിരമിഡ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുക, ഇക്കോസിസ്റ്റം ചാപ്റ്ററിലെ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഭാഗം നിങ്ങൾ വായിക്കാൻ പോകുന്നത് പിരമിഡ് ഓഫ് നമ്പറിനെ കുറിച്ചാണ്, 2ാമത്തെ 5 മിനിറ്റ് നിങ്ങൾ പഠിക്കുന്നത് പിരമിഡ് ഓഫ് ബയോമാസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ തിരിക്കാം. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് തിരിക്കാം. 2ാമത്തെ മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയും. ആക്റ്റീവ് റീകോൾ ഈസ് ലൈക്ക് ഒരുപാട് ഏത് ലെവലിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇപ്പം നിങ്ങൾ പൊമഡോറോ വെച്ചിട്ട് 10 മിനിറ്റ് നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വായിച്ചു, 5 മിനിറ്റ് വായിച്ചത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റീകോൾ ചെയ്ത് നോക്കുക. ഇത് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ചിലരെന്ത് ചെയ്യും, നിങ്ങൾ തന്നെ ഒരു ടീച്ചറായിട്ട് അഭിനയിച്ചിട്ട് അല്ലേ, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങളത് പഠിപ്പിച്ച് നോക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആക്റ്റീവ് റീകോളിൽ. അതായത് നിങ്ങൾ വായിച്ച കാര്യം അപ്പം തന്നെ റീകോൾ ചെയ്ത് നോക്കണം. നിങ്ങളൊരു പാരഗ്രാഫ് വായിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലായി, ഓക്കെ, അത് നിങ്ങൾ തന്നെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കാതെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ നിങ്ങളുടെ ബ്രദറിൻ്റെ അടുത്തോ ആരെടുത്ത് വേണമെങ്കിൽ, അതെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പഠിച്ചു, അപ്പം ഇതാണ് അതിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലായില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് റീകോൾ ചെയ്യുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് പറയാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടേതായ സെൻറ്റൻസിൽ ഒരു പാരഗ്രാഫ് വായിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഒരു റഫ് നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ അതൊന്ന് സ്ക്രിബിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, ഞാൻ വായിച്ചതിൽ നിന്നും എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ, ഞാൻ മിസ്സാക്കിയ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഞാൻ ഒന്നും കൂടി വായിക്കണം, ഇത് ഞാൻ ഒന്നും കൂടി പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പം അതിനൊരു നമ്പർ ഉണ്ട്, നിങ്ങളിപ്പം ഒരു 10 പോയിന്റുള്ള ഒരു
ഒരു പാരഗ്രാഫാണ് വായിച്ചതെന്ന് വിചാരിക്കുക. അതിലെ 10 പോയിന്റും നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. പക്ഷേ നിങ്ങൾക്ക് ലെസ് ദാൻ 5 പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ ചെയ്യാനുള്ള നിങ്ങൾ വീണ്ടും അത് റിവൈസ് ചെയ്യണം, ഒന്നും കൂടി അത് പഠിക്കണം. 5 പോയിന്റ്സിൽ കൂടുതൽ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തോ റീസൺ കൊണ്ട് മിസ്സാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ആക്റ്റീവ് റീകോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഏത് സബ്ജക്റ്റിനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ള നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്. അതായത് നിങ്ങളിപ്പം ഒരു ചാപ്റ്റർ പഠിച്ചു, ഓക്കെ, ആ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി, കോൺസെപ്റ്റൊക്കെ അറിയാം, നിങ്ങൾ ഒരുവിധം അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ ഈ റിവൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് പോസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഫ്രെയിം ചെയ്യാണ്. ഒരു പാരഗ്രാഫ് വായിച്ചു, അതിന് ഇന്ന ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് എഴുതി നോക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് നിങ്ങളെ ഒരുപാട് ഈ കോൺസെപ്റ്റുകൾ ഓർത്തെടുക്കാൻ, ഇതായത് നമ്മൾ നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ വെറുതെ കഥ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സിനിമ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവറി സീൻ അല്ലെ, ആക്ടറും ആക്ട്രസും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അടക്കം നിങ്ങൾ ഓർത്തിരിക്കും. പക്ഷെ പഠിക്കുന്ന കാര്യം നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നില്ല, അല്ലേ? നമ്മളിങ്ങനെ വെറുതെ നോവലൊക്കെ വായിക്കണ പോലെ ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു താല്പര്യമില്ലാതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആണ് ഈ പ്രശ്നം വരുന്നത്. മറന്നു പോകും, എളുപ്പം മറന്നു പോകും. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പഠിക്കാം. പൊമഡോറോ ട്രൈ ചെയ്യാം, ആക്റ്റീവ് റീകോൾ ട്രൈ ചെയ്യാം, ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് ട്രൈ ചെയ്യാം. പിന്നെ കുറച്ച് ടാർഗറ്റുകൾ വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെൽഫ് ട്രീറ്റ് വെക്കുക. ഈ ആഴ്ച ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചു തീർത്താൽ, ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് ഞാൻ നന്നായി പഠിച്ചു തീർത്ത്, നിങ്ങൾ സെൽഫ് അസസ്മെന്റ് ചെയ്യുമല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. തന്നെ ഏത് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും, ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും എപ്പോഴും ടൈമർ വെക്കുക. 5 ക്വസ്റ്റ്യൻസിന് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 6 മിനിറ്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച് നീറ്റ് പാറ്റേണിൽ തന്നെ മാർക്ക് ചെയ്ത് പോകുക. തെറ്റിപ്പോകുന്നതിന് മൈനസ് മാർക്ക് കൊടുക്കുക. എപ്പോഴും ടൈമർ വെച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആഴ്ച ഞാൻ ഇതെല്ലാം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, ഈ ചാപ്റ്റർ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ പഠിച്ച് ഒരു 50 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു നോക്കുന്നു, 50 മാർക്കിൻ്റെ ഒരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ഞാൻ ചെയ്തു നോക്കുന്നു, അതിൽ എനിക്കൊരു 45 അബവ് കിട്ടുകയാണെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു സിനിമ കാണും, അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഫുഡ്, ബിരിയാണിയോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് വെക്കുകയാണ്. വീക്കിൻ്റെ അവസാനം ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, വീക്ക് തുടങ്ങുമ്പോൾ. ഇത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടോ ആരോടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം, അതെ ഞാൻ ഈ വീക്കെൻഡിൽ ഒരു ടെസ്റ്റ് എഴുതേ, അതിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരണേ എന്നുള്ളത് നമ്മൾ അവരോട് നമ്മൾ പറയുകയാണ്, എന്നെ റിവാർഡ് ചെയ്യണം എന്നുള്ളത്. സോ സെൽഫ് റിവാർഡിങ്, സെൽഫ് അപ്രിസിയേഷൻ, അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ആഴ്ച വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ചെറിയ ചില മെത്തേഡ്സ് ആണ്, ടെക്നിക്സ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട് ഫോർ യു. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓൾ ദി ബെസ്റ്റ്.